മെല്ലെ ഒഴിവാക്കി. പിന്നെ ഫുൾ ടൈം ആയിട്ട് ബിസിനസ് ഏറ്റെടുക്കാൻ തുടങ്ങിയപ്പോൾ മെല്ലെ മെല്ലെ റാങ്ക് കൂടാൻ തുടങ്ങി. അങ്ങനെ TCയും ATCയും DTCയും ZTC STC ഒരു STC റാങ്കിൽ എത്തിയപ്പോഴാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരു 4 വീലർ എന്നുള്ള ഒരു സ്വപ്നം എന്റെ മൈൻഡിലേക്ക് എത്തുന്നത്. ഒരിക്കലും ഞാൻ ഈ ബിസിനസ്സിൽ വന്നിട്ടില്ല എങ്കിൽ 100% ഇപ്പോഴും എനിക്ക് കോൺഫിഡൻസോടെ പറയാൻ കഴിയും, ഒരിക്കൽ ഞാൻ മോന് കിട്ടിയ റിസൾട്ട് മാത്രമല്ല, അതിലും വലിയൊരു റിസൾട്ട് എന്ന് പറയുന്നത് ഞാൻ പല മീറ്റിങ്ങിലും പറഞ്ഞിട്ട് തന്നെ കേട്ടിട്ടുണ്ടാവും എല്ലാരും. എന്നാലും കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. എന്റെ മോക്ക് ഇപ്പൊ 22 വയസ്സായി. മോക്ക് ആ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, സ്കിൻ അലർജി എന്ന് പറയുമ്പോ ചെറുപ്പം മുതലേ കാലിന് മൊത്തത്തിൽ പഴുപ്പ് വരിക, കാലിന്റെ അടിയിലൊക്കെ വാതപ്പൊട്ട് പോലെ വിട്ട് കീറി, കാലിന്റെ വിരലിനൊക്കെ തോല് പൊളിഞ്ഞ്, രാത്രിയൊക്കെ ഭയങ്കര ചൊറിച്ചിലായിരിക്കും. ചൊറിയുമ്പോ തോല് പൊളിയുമ്പോ വെള്ളം വരും, പഴുപ്പാവും. എന്നിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു അസുഖമായിരുന്നു ചെറുപ്പം മുതലേ. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ മണ്ണിലൊന്നും കളിക്കൂല, ഭയങ്കര കാല് നല്ല കെയർ ചെയ്താ കൊണ്ടുപോവാ. അത്രയും ഒരു ബുദ്ധിമുട്ടായിരുന്നു. എപ്പോഴും വെള്ളത്തിൽ വെക്കും, മരുന്ന് വരട്ടും. അങ്ങനെ ഭയങ്കര വേദന സഹിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു. ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു. നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊരു ചെറിയ കുട്ടി ഇങ്ങനെ ഒരു പ്രശ്നം അനുഭവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എത്രയായിരിക്കും. രാത്രി ഉറങ്ങാൻ പറ്റൂല, കാലിങ്ങനെ വീശി കൊടുക്കണം, ഊതി കൊടുക്കണം. പിന്നെ ഇങ്ങനെ കാല് ചിലപ്പോ ഇങ്ങനെ നമ്മുടെ കാലിനോട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അത്രയും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കാലിനുള്ളിൽ പഴുപ്പുള്ളത് കൊണ്ട് തന്നെ. അപ്പൊ ഒരുപാട് ഡോക്ടേഴ്സിനെ മാറി കാണിച്ചിട്ടുണ്ട്. പിന്നെ അലോപ്പതി ആണെങ്കിലും ഹോമിയോ, അപ്പൊ ഓരോരുത്തരുടെ അഭിപ്രായം പറയും. ഹോമിയോ ഡോക്ടറെ കാണിച്ചാൽ നല്ലതാണ്. അപ്പൊ കുറെ ഹോമിയോ കാണിക്കും, അത് വീണ്ടും കൂടുതൽ പഴുപ്പ് വരും. പിന്നെയും കുറച്ച് എന്ത് ചെയ്യും, ഉണങ്ങി വരുന്ന സമയത്ത് പിന്നെ ഇത് വീണ്ടും കൂടും. അങ്ങനെ ആയുർവേദം കുറെ കാണിച്ചു. അങ്ങനെ ഓരോരോ ഡോക്ടറെ പേര് പറയുന്ന സമയത്തും ആ ഡോക്ടറെ ഒക്കെ കാണിച്ചു. പക്ഷെ ഇത് സംഭവം മാറുന്നേ ഇല്ല. കുറയാ കൂടുക ഇങ്ങനെ. സ്കൂളൊക്കെ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് അറിയാലോ, വലിപ്പമുള്ള കുട്ടിയായ സമയത്ത് പോലും എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പല സമയങ്ങളിലും സ്കൂളിൽ കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ധന്യാപ്രസാദ് ഡോക്ടറെയാണ് ലാസ്റ്റ് കാണിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, അലോപ്പതി ആവുമ്പോ പെട്ടെന്ന് നമുക്ക് മാറി കിട്ടും, പക്ഷെ വീണ്ടും വന്നുകൊണ്ടിരിക്കും. എന്നാലും വീണ്ടും വന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ എല്ലാ മാസവും തുടർച്ചയായിട്ട് ഗുളികയും മരുന്നും കഴിക്കുക, ഓയിൽമെന്റ് ഉപയോഗിക്കുക, ഇങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഈ മോന് കിട്ടിയ ഈ റിസൾട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, മോക്ക് വേണ്ട പ്രൊഡക്റ്റ് സെർച്ച് ചെയ്തു. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത സമയത്താണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ വാല്യൂ എത്രത്തോളം ഉണ്ട്, ഇതിന്റെ സർട്ടിഫിക്കറ്റ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഇത് നമ്മൾ ആദ്യമായിട്ട് ഞാനും കണ്ടപ്പോൾ ബോട്ടില് ക്യാപ്സ്യൂളും ലിക്വിഡും ടോണിക്കും ഒക്കെ കണ്ട സമയത്ത് ഞാനും കരുതിയത് ഇതെന്താണ്, ഇത് മരുന്നാണെന്നാണ്. പക്ഷെ ഇത് മരുന്നല്ലെന്നും ഫുഡ് സപ്ലിമെന്റ് ആണെന്നും, നമുക്ക് ഒരു അസുഖമില്ലാത്ത ഒരാൾക്ക് ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ പ്രോഡക്റ്റ്. വെൽനസ് ഉൽപ്പന്നമാണ്. പക്ഷെ നമ്മൾക്ക് എന്ത് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടെങ്കിലും നമുക്കത് പൂർണ്ണമായിട്ട് മാറ്റി കിട്ടുന്ന ഉൽപ്പന്നമാണ്. കാരണം എല്ലാത്തിനുള്ള സൊല്യൂഷൻ ആണ്, ഒന്നിനും ഒരു മരുന്നല്ല. നമ്മളിപ്പം എല്ലാവർക്കും സംശയം ഉണ്ടാവും, നമ്മളിപ്പം ഷുഗറിന്റെ മരുന്ന് കഴിക്കുന്ന ആള്, അല്ലെങ്കിൽ വെരിക്കോസ് അല്ലെങ്കിൽ തൈറോയിഡ് പ്രശ്നങ്ങൾക്ക് കണ്ടിന്യൂ മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും, പ്രഷറിന്. അപ്പൊ അവർക്കൊക്കെ നമ്മള് ഉൽപ്പന്നം ഉപയോഗിക്കാവോ എന്നൊക്കെയുള്ള സംശയം ഉണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഫുഡ് സപ്ലിമെന്റ് ആയതുകൊണ്ട് തന്നെ ഏതൊരു അസുഖത്തിനാണെങ്കിലും എന്ത് മരുന്ന് കഴിക്കുന്ന ആൾക്കാരാണെങ്കിലും നമ്മളെ പ്രൊഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കുന്നതാണെങ്കിലും ഒരു കുഴപ്പവും സംഭവിക്കൂല. അപ്പൊ എന്റെ മോക്ക് ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ ഇതിലുള്ള ബ്ലഡ് പ്യൂരിഫയർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്, ബ്ലഡിലുള്ള മാലിന്യങ്ങള് സ്കിന്ന് വഴി പുറത്തേക്ക് വരുമ്പോഴാണ് സ്കിൻ അലർജി പോലെയുള്ള പ്രശ്നങ്ങൾ, വെരിക്കോസ് ഒക്കെ വരുന്നത്. അപ്പോ നമുക്ക് ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ബ്ലഡിനെ ക്ലിയർ ചെയ്യുന്ന ബ്ലഡ് പ്യൂരിഫയർ എന്ന് പറയുന്ന മഞ്ഞള്, മഞ്ചട്ടി ഒക്കെ ഉള്ള ഈ ഒരു അങ്ങനെ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. അതും നമ്മളെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ഉള്ള പ്രൊഡക്റ്റ് ആണ്. യാതൊരുവിധ സൈഡ് എഫക്റ്റോ ആൽക്കഹോൾ സ്റ്റിറോയിഡോ ഇല്ല. 100%, 110% നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളാണ് എല്ലാം. കാരണം എന്റെ മോക്ക് ഞാൻ ആ സമയം മുതൽ എല്ലാ പ്രൊഡക്റ്റും, ബ്ലഡ് പ്യൂരിഫയർ, അതുപോലെ തന്നെ കവചപ്രാശം, അതേപോലെ
ന്യൂട്രീഷ്യൻസിന്റെ അഭാവം കൊണ്ടും നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാന്നുള്ളത് കൊണ്ട് തന്നെ കവചപ്രാശ്, അതുപോലെ ന്യൂട്രി ലൈഫ് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. നമ്മളെ നീം സോപ്പ് അല്ലെ, നീം സോപ്പൊക്കെ അമേസിങ് റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റ് ആണ്. നമ്മളെ ഓരോ പ്രൊഡക്റ്റും അത് ഉപയോഗിച്ച എല്ലാവർക്കും അറിയാം, ഒന്നിനൊന്ന് മെച്ചാണ്. ഓരോ പേരും എടുത്ത് പറയേണ്ട ആവശ്യമില്ല, അത്രയും റിസൾട്ട് ആണ്. നമുക്ക് റിസൾട്ട് കിട്ടിയ ഒരുപാട് ആളുകളും നമ്മൾ ഇപ്പൊ ഈ മീറ്റിങ്ങിൽ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അപ്പോ അത്രയും അതുപോലെ നീം സോപ്പ് ഉപയോഗിക്കാൻ തുടങ്ങി, ബൗണ്ട് ഹീലിംഗ് ക്രീം ഉപയോഗിക്കാൻ തുടങ്ങി, ചാമ്പി തൈലം ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയ സമയത്ത് എന്റെ മോക്ക് ഇത്രയും വർഷം ഉണ്ടായിരുന്ന ഈ ഒരു പ്രശ്നം പൂർണ്ണമായിട്ട് മാറിക്കിട്ടിയെന്ന് മാത്രമല്ല, ഇന്നിപ്പോ ഒരു 5-6 വർഷമായിട്ട് ഈ ഒരു പ്രശ്നം തിരിച്ചു വന്നിട്ടേയില്ല. അത്രയും അമേസിങ് പ്രൊഡക്റ്റ് ആണ്. മോള് തന്നെ പലപ്പോഴായിട്ട് ഇപ്പോഴും പറയും, അമ്മേന്റെ കാല് ഓർമ്മയുണ്ടോ, എന്റെ കാല് ഫുള്ള് വരവീണ്, കാലിന്റെ അടിയൊക്കെ മൊത്തം പഴുപ്പ്, അങ്ങനെയുള്ള കാല് ഇത്രയും ഇങ്ങനെ മാറിപ്പോകുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അത്രയും വിശ്വസിക്കാൻ പറ്റാത്ത റിസൾട്ടുകളാണ് നമ്മളെ പ്രൊഡക്റ്റിലൂടെ വരുന്നത്. അപ്പൊ ഇത്രയും നല്ല ഉൽപ്പന്നങ്ങൾ നമ്മളെ കയ്യിൽ കിട്ടി, ഇത് ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടില്ല നമ്മളെക്കാളും വലിയ വ്യക്തികൾ ആരൊക്കെ ഉണ്ടാവോ? അപ്പൊ അത് അനുഭവിച്ച ആൾക്കെ അറിയാൻ പറ്റും. അപ്പൊ എന്നോട് ലീഡേഴ്സ് പറഞ്ഞെന്താ, നമുക്കൊരു ഹോം ഷോപ്പ് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാം, പക്ഷെ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. കയ്യിലുണ്ടായിരുന്ന സ്വർണം പണയം വെച്ച് 50,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്ത് ഒരു മാർക്കറ്റ് ചെയ്യുന്ന ഒരു പരിചയവും ഉണ്ടായിട്ടില്ല. ഈ റിസൾട്ട് കിട്ടിയ ഒറ്റ അടിസ്ഥാനത്തിൽ ഞാൻ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു, വീട്ടിൽ ഹോം ഷോപ്പ് വെച്ചു. വീടിനടുത്തുള്ള ആൾക്കാരൊക്കെ കുറച്ച് പേര് വന്നു, അവര് കേട്ടു, ഇതിനെപ്പറ്റി മനസ്സിലാക്കി. ആളുകൾ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്, ചില ആളുകൾ വാങ്ങിച്ചിട്ടില്ല. അപ്പൊ വാങ്ങിച്ച ആൾക്കാര് ഉപയോഗിച്ചപ്പോ റിസൾട്ട് കൊണ്ട് തന്നെ വീണ്ടും വാങ്ങിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നത്, മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രൊഡക്റ്റ് പോലും ഒരാൾക്ക് കൊടുത്തിട്ടുള്ള ശീലം തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും എന്റെ മക്കൾക്ക് കിട്ടിയ റിസൾട്ട് ഞാൻ എന്ത് ചെയ്തു, കോൺഫിഡൻസോടെ സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഒരുപാട് പേര് എന്റെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ തുടങ്ങി. ശരിക്കും നമുക്കറിയാം, റീറ്റെയിൽ ചെയ്ത നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മളെ കയ്യിലുള്ളത് അല്ലെ. അപ്പൊ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തു. അതുപോലെ ഫേസ് വാഷ്, ക്രീമൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോ എന്റെ മോക്ക് ഡ്രൈ സ്കിൻ ആയിരുന്നു. അതുകൊണ്ടായിരുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ മോക്ക് എപ്പോഴും പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മുഖമൊക്കെ പിന്നെ ഒരു വെള്ള കലയായിരിക്കും, പുളി പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് ആ സമയത്ത് എപ്പോഴും ക്രീമും ഫെയർനെസ് ക്രീമും ഇതൊക്കെ ഗൾഫിന്ന് കൊണ്ടുവരും പതിവായിട്ട്. അപ്പൊ ഫെയർ ലൗലി ആയിരുന്നു അന്ന് ഉപയോഗിച്ചിട്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഉപയോഗിച്ചിട്ട് സ്കൂളിൽ പോയി വരുമ്പോഴേക്കും ഫുള്ള് മുഖം ചുവന്ന് എന്തായിട്ടുണ്ടാവും, കളറൊക്കെ മാറിയിട്ടുണ്ടാവും. പക്ഷെ നമ്മള് ഫേസ് വാഷും ഫെയർനെസ് ക്രീമും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയ സമയത്താണ് സ്കിന്നിന്റെ ആ ഒരു റിസൾട്ട് നമുക്ക് മനസ്സിലാവുക. എത്ര വെയിൽ കൊണ്ടാലും ആ സ്കിന്നിന്റെ കളർ അതുപോലെ തന്നെ നിലനിർത്താൻ പറ്റി. അങ്ങനെ ഫേസ് വാഷും ക്രീമൊക്കെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ എന്റെ മാറ്റം കാണാൻ തുടങ്ങി. നമുക്കറിയാം, നമ്മളെ പ്രൊഡക്റ്റ് സംസാരിക്കും അല്ലെ, റിസൾട്ട് നമ്മളെ പ്രൊഡക്റ്റ് ആണ് സംസാരിക്കുന്നത്. അപ്പൊ എന്റെ ടൈലർ ഷോപ്പിൽ വരുന്ന ചില ആളുകളൊക്കെ എന്നോട് ചോദിക്കാൻ തുടങ്ങി, മുഖത്തിനെല്ലാം നല്ല മാറ്റം ഉണ്ടല്ലോ, ബ്യൂട്ടി പാർലറിൽ പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ പറയുക, നമ്മളെ പ്രൊഡക്റ്റ് ഉണ്ട്, ഫെയർനെസ് ക്രീമും ഫേസ് വാഷ് ഞാൻ എടുത്ത് കൊടുത്തു. അപ്പൊ അങ്ങനെ എന്റെ റിസൾട്ട് കണ്ടിട്ട് കുട്ടികളുടെ റിസൾട്ട് പറഞ്ഞു നല്ല രീതിയിൽ പ്രൊഡക്റ്റിന് നല്ല രീതിയിൽ ഞാൻ എത്തിയിട്ടുണ്ട്, റീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ റീറ്റെയിൽ ചെയ്ത വ്യക്തി നല്ല ശക്തമായി റീറ്റെയിൽ ചെയ്യുന്ന ലീഡേഴ്സ് ഒക്കെ നമ്മളെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. പിന്നെ നമ്മളെ മൈമൂന മേഡാണെങ്കിലും, അതുപോലെ എന്താ പേര് മറന്നല്ലോ പറയാ, പിന്നെ സഫിയ മേഡം, ഇങ്ങനെയുള്ള ഒരുപാട് ലീഡേഴ്സ്, ഇപ്പൊ പേരെടുത്ത് പറഞ്ഞവരത്ര വിട്ടുപോയ സംഘടനയായിരിക്കും. ഒരുപാട് ലീഡേഴ്സ് ശക്തമായിട്ട് റീറ്റെയിൽ നമ്മുടെ ടീമിലുണ്ട് അല്ലെ, റിസൾട്ട് കൊണ്ട് തന്നെ. അപ്പൊ അത്രയും നല്ല രീതിയിൽ വരുമാനം തുടക്കത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഇത്രയും റിസൾട്ട് എന്തുകൊണ്ട്, ഇതൊരു മാജിക് ഒന്നും അല്ല അല്ലെ. ഇവിടെ നമ്മളെ പ്രൊഡക്റ്റിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാ? ഒരുപാട് സയന്റിസ്റ്റ് വിങ് അല്ലെ. നമ്മുടെ ഗൂഗിളിൽ ലാസ്റ്റ് വേർഡ് ഓഫ് ആയുർവേദ സെർച്ച് ചെയ്യുമ്പോൾ ആയുർവേദത്തിന്റെ അവസാന വാക്ക് എന്നറിയപ്പെടുന്ന നമ്മുടെ ഡോക്ടർ DB അനന്തനാരായണ അല്ലെ, ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സയന്റിസ്റ്റ് ആണ് നമ്മളെ പ്രൊഡക്റ്റിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ആയുർവേദത്തിലാണെങ്കിലും അലോപ്പതി ഒരേപോലെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഒരുപാട് ഡോക്ടേഴ്സ് അയാളുടെ പുസ്തകം പഠിക്കുന്നുണ്ട്.
അതുപോലെ ബിഫാമിന് പഠിക്കുന്ന കുട്ടികൾ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. ഡോക്ടർ DB അനന്തനാരായണയുടെ പുസ്തകം പഠിക്കുന്നുണ്ട്. അപ്പൊ അത്രയും വലിയ സയന്റിസ്റ്റ് ഒരു വിങ് തന്നെയാണ് നമ്മളെ പ്രൊഡക്റ്റിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. പിന്നെ ഒരുപാട് സർട്ടിഫിക്കറ്റ് നമുക്ക് ഉണ്ട് അല്ലെ. അതിൽ എടുത്തു പറയുന്ന സർട്ടിഫിക്കറ്റ് ആണ് ആയുഷ് പ്രീമിയം. നമുക്ക് വിദേശത്തേക്ക് വരെ പ്രൊഡക്റ്റ് കൊണ്ടുവന്ന സമയത്ത് ഒരു ബില്ല് പോലും ചോദിക്കുന്നില്ല. എന്റെ ഹസ്ബൻഡ് ഒക്കെ ഗൾഫിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ കൊടുത്തയക്കുന്നു എല്ലാവർക്കും. അപ്പൊ ആ ലെവലിൽ അത്രയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രൊഡക്റ്റ് അല്ലെ. ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ പ്രൊഡക്റ്റ് ഒരിക്കൽ പോലും പിന്നെ അടുത്ത ബാച്ച് ഇറങ്ങുമ്പോൾ അത് കിട്ടാണ്ട് പുറത്തിറങ്ങിയിട്ടില്ല. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മളിപ്പോ 13 വർഷമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്, ഇന്ത്യൻ കമ്പനിയാണ് MI Lifestyle മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ നമ്മളെ കമ്പനി. ഇന്ന് വരെ ഒരു പ്രൊഡക്റ്റിന് പോലും ഒരു സൈഡ് എഫക്ട് എവിടെയും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ അത്രയും അമേസിങ് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ കുറിച്ച് കൃത്യമായി പഠിക്കുകയാണ് നമ്മൾ ആദ്യം വേണ്ടത് അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ എന്തിലും വിജയിക്കാൻ സാധിക്കൂ. അപ്പൊ നമ്മൾ പ്രൊഡക്റ്റിലുള്ള ഒരു വിശ്വാസം നേടിയെടുക്കണം. അതിനെന്ത് വേണം? നമ്മൾ ഉപയോഗിക്കണം. നമ്മളെ കമ്പനി ഇറക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കണം അല്ലെ. എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ്. അത് പിന്നെ പേഴ്സണൽ കെയർ പ്രൊഡക്റ്റ് ആണെങ്കിലും, അതുപോലെ തന്നെ നമ്മളെ പിന്നെ ന്യൂട്രീഷൻ ഫുഡ് ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മളെ ബ്യൂട്ടി കെയർ പ്രൊഡക്റ്റ് ആണെങ്കിലും അല്ലെ. അതേപോലെ തന്നെയാണ് നമ്മൾ ആഗ്രോ കെയർ പ്രൊഡക്റ്റ് ആണെങ്കിലും. ആഗ്രോ കെയർ പ്രൊഡക്റ്റ് എല്ലാ തരം കൃഷികൾക്കും നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന, മണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന അല്ലെ, അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ നമ്മളെ കമ്പനി ഇറക്കുക. അപ്പൊ അതൊക്കെ നമ്മൾ വാങ്ങി ഉപയോഗിക്കുക. കമ്പനി പറയുന്നത് പോലും യൂസർ റെക്കമെൻഡ് എന്നാണ്. നമ്മൾ ഉപയോഗിച്ചിട്ട് 100% കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റീറ്റെയിൽ ചെയ്യാൻ പറ്റൂ അല്ലെ, മറ്റൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്രയും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളായതുകൊണ്ടാണ് കമ്പനി ഇത്രയും വിശ്വാസത്തോടെ പറയുന്നത് യൂസർ റെക്കമെൻഡ് എന്നല്ലേ. അല്ലെങ്കിൽ ലെക്സ് സോപ്പ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിട്ട് ആർക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ? അത് പരസ്യം കണ്ടാൽ മാത്രമേ നമുക്ക് വാങ്ങിക്കാൻ പറ്റൂ. ലെക്സ് സോപ്പ് ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ഇത് നല്ല ക്വാളിറ്റി ഉള്ള സോപ്പാണ്, ഇത് വാങ്ങിക്കോ നമ്മൾ പറയുന്നില്ല അല്ലെ. ഹമാം സോപ്പ് അല്ലെങ്കിൽ എന്തൊക്കെ സോപ്പ് ഉണ്ട്, ഈ സോപ്പെല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ട് ഇതാ നല്ല സോപ്പ് മറ്റാർക്കും കൊടുക്കുന്നുണ്ടോ? പക്ഷെ നമ്മളെ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് 100% അതിന്റെ റിസൾട്ട് പറഞ്ഞാൽ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പരസ്യക്കാരുടെ ഒരു ആവശ്യമില്ല, അത് കമ്പനിക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് ഡയറക്ട് സെല്ലിങ്ങിലൂടെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അത്രയും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണ്. ഏതാണ് ഇപ്പൊ ബ്യൂട്ടി കെയർ പ്രൊഡക്റ്റിലാണെങ്കിലോ നമുക്ക് ഇന്ന് കിട്ടുന്ന പുറത്തുനിന്ന് കിട്ടുന്ന പല പ്രൊഡക്റ്റുകളും ഉപയോഗിച്ചിട്ട് നമ്മളെ കിഡ്നി വരെ കംപ്ലൈന്റ് വരുന്ന പ്രശ്നങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അല്ലെ. ഇപ്പം ഓൺലൈനിലാണെങ്കിലും വില കുറവിന്റെ ആണെങ്കിലും ഒക്കെ പല പ്രൊഡക്റ്റുകൾ ഇറങ്ങുന്നുണ്ട്. പക്ഷെ നമുക്ക് പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ കോസ്മെറ്റിക്സ് പേഴ്സണൽ കെയർ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ അത് അത്രയും നല്ല ക്വാളിറ്റി വേണം, സർട്ടിഫിക്കറ്റ് വേണം. അങ്ങനെ RB സർട്ടിഫിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ പേഴ്സണൽ കെയർ ബ്യൂട്ടി കെയർ പ്രൊഡക്റ്റിലുള്ളത്. അപ്പോ അത്രയും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, വാങ്ങി ഉപയോഗിക്കുക വീട്ടിലേക്ക്. എന്തൊക്കെ പ്രൊഡക്റ്റുകൾ കമ്പനി ഇറക്കുന്ന, ഇപ്പൊ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം ഉപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തും വീട്ടിലേക്ക് യൂസ് ചെയ്യുക. ആദ്യം നമ്മൾ അതാണ് വേണ്ടത്. ഈ ഒരു ബിസിനസ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ബിസിനസ്സിൽ നമുക്ക് എന്താണ്, നമുക്ക് ഈ ബിസിനസ് നിർത്തിപ്പോയ ഒരുപാട് ആൾക്കാർ നമ്മൾ കാണാറുണ്ട് അല്ലെ. നിർത്തിപ്പോയ ആൾക്കാര് എന്തുകൊണ്ട് നിർത്തിപ്പോകുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പ്രൊഡക്റ്റിന്റെ കുറ്റോ കമ്പനിന്റെ കുറ്റോ അവര് പറയൂല അല്ലെ. ഈ പ്രൊഡക്റ്റ് നമുക്ക് കമ്പനി തരുന്നത് എങ്ങനെയാ, നമുക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് വരണമെങ്കിൽ യാതൊരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല അല്ലെ. നമ്മളൊരു 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ബിസിനസ്സിൽ വരുന്നതെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തു പോവോ? ഈ ബിസിനസ് ഒന്നും ഇല്ല. ആ 10 ലക്ഷം നമ്മൾ ഇവിടെ ഉണ്ടാവും. പക്ഷെ ഇവിടെ എന്താണ്, 1 രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെയാണ് നമുക്ക് ഈ ബിസിനസ് ഫ്രീ ആയിട്ട് നമ്മളെ കയ്യിൽ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സിൽ ഇപ്പം ഒരു 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്യും, 5 വർഷം ഇതിൽ നമ്മൾ നിൽക്കും. പക്ഷെ ഇവിടെ 1 പൈസ പോലും ഇൻവെസ്റ്റ് ചെയ്യാത്ത ആളുകൾ എന്ത് വിചാരിക്കും, എനിക്ക് അടുത്ത മാസം തന്നെ 2,10,000 പറഞ്ഞ ഈ ഒരു എമൗണ്ട്, ആ എമൗണ്ട് കണ്ടിട്ടാണ് ആദ്യം ബിസിനസ്സിലേക്ക് എല്ലാവരും വരിക. അത് അടുത്ത മാസം തന്നെ കിട്ടണം എന്ന് പറഞ്ഞാൽ കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഈ ബിസിനസ് ചില ആളുകളൊക്കെ വിട്ടുപോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ശരിക്കും ഇതിന്റെ സിസ്റ്റം പഠിച്ച് മനസ്സിലാക്കി ബിസിനസ് ഏറ്റെടുത്ത് ഒരു കുട്ടി പോലും ഈ ബിസിനസ് വിട്ടുപോവുകയില്ല. അവര് എന്തായാലും ഇതിൽ വിജയിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ. വിജയിച്ച ഒരുപാട് ലീഡേഴ്സിനെ നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കും അല്ലെ. അപ്പൊ
എന്താണ് ഈ ബിസിനസിനെ കുറിച്ച് കൃത്യമായി പഠിക്കുക എന്നുള്ളത്, പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കുക, ഈ ഓരോ പ്രൊഡക്റ്റും എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണെന്നും അത് ആരെങ്കിലും നമ്മളോട് സംശയം ചോദിച്ചാൽ നമുക്കത് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അതിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കുക. അതിന് വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ പ്രായമൊന്നും നമുക്കൊരു പ്രശ്നമല്ല. കാരണം എന്താ, ഇവിടെ നമ്മൾ പറയുന്നത് കേട്ടാൽ മാത്രമല്ല, ഓരോരുത്തരും പറയുന്ന റിസൾട്ടുകൾ അല്ലെ, അല്ലെങ്കിൽ ഓരോരുത്തരും ദിവസവും നമ്മൾ ഗൂഗിൾ മീറ്റ് ആണെങ്കിൽ എല്ലാ ദിവസവും ഇപ്പം മോർണിംഗിൽ നടക്കുന്നുണ്ട്, അതുപോലെ എല്ലാ സൺഡേ ഈവനിങ്ങിലും നടക്കുന്നുണ്ട്. ഈ ഗൂഗിൾ മീറ്റ് കേട്ടാൽ തന്നെ നമുക്ക് എന്താണ് ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത്രയും റിസൾട്ട് കിട്ടിയ ആളുകളാണ് നമ്മളെ ഈ ഒരു മീറ്റിംഗ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു 95% ആൾക്കാരും. അപ്പൊ അത്രയും എന്താണ് പഠിക്കുക, ലേണിംഗ് ആറ്റിറ്റ്യൂഡ് നമുക്ക് അതാണ് വേണ്ടത്. നമ്മൾ ചിലപ്പം പുറത്തുള്ള കാര്യങ്ങൾ ഒരുപാട് അറിവുള്ള ആളുകളായിരിക്കും, നമ്മൾ ചിലപ്പം ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ പൊതുപ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയ ആൾക്കാരൊക്കെ ആയിരിക്കും. പക്ഷെ ഈ ഒരു ബിസിനസ്സിൽ ഇതൊന്നും അല്ല വേണ്ടത്. ഈ ഒരു ബിസിനസ്സിൽ നമ്മളെ പുറത്തുള്ള എന്തറിവും ഉണ്ടായിട്ടും കാര്യമില്ല. ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ ഈ ബിസിനസ്സിനെ കുറിച്ച് മാത്രം നമ്മളൊന്ന് പഠിച്ചാൽ മതി. അപ്പൊ പ്രൊഡക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഇതിന്റെ സിസ്റ്റം, ഈ ഒരു ബിസിനസിന്റെ പ്ലാൻ അല്ലെ, പ്ലാനൊക്കെ നമുക്ക് ഒരു പ്രാവശ്യം ഒരു കുട്ടി കേട്ട് കഴിഞ്ഞാൽ എത്ര ചെറിയ കുട്ടിയേക്കും സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ISO സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ള ഒരു പ്ലാനാണ് അല്ലെ. 10,000 ബിസിനസ് വന്നാൽ 1,200 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും അല്ലെ. ഇത് സിമ്പിൾ ആണ്. ഇത് 1-2 പ്രാവശ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതിന്റെ പ്ലാന് കൃത്യമായിട്ട് പഠിക്കാം. നമുക്ക് ഒരാളോട് ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും ഞാൻ ഈ ബിസിനസ്സുമായിട്ട് ഇപ്പം ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അടുത്ത് അല്ലെങ്കിൽ പിന്നെ MBBS പഠിച്ച MBBS കഴിഞ്ഞ ഡോക്ടറെ അടുത്ത് വരെ ഞാൻ ബിസിനസ് പറയാൻ പോയിട്ടുണ്ട്. കാരണം എനിക്ക് ഒറ്റയ്ക്ക് ബിസിനസ് പറയാൻ യാതൊരു പേടിയില്ല. കാരണം എന്തുകൊണ്ടാ, ഇപ്പൊ അവർക്ക് എന്നെക്കാളും ഒരുപാട് വിദ്യാഭ്യാസവും പല കാര്യങ്ങളിൽ അറിവുണ്ട്. എന്നെ സംബന്ധിച്ച് അവരുടെ 1% പോലും അറിവ് വേറൊരു കാര്യത്തിൽ എനിക്ക് ഉണ്ടാവില്ല. പക്ഷെ ഈ ഒരു ബിസിനസിനെ കുറിച്ച് മാത്രമേ അവര് വേറൊന്നും നമ്മളോട് ചോദിക്കൂലായിരുന്നു. നമുക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റും, കമ്പനിയെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവരെന്ത് ബിസിനസിനെ കുറിച്ച് സംശയം ചോദിച്ചാലും 100% കോൺഫിഡൻസോടെ പറയാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉള്ളിടത്തോളം കാലം എനിക്ക് ഏത് മേഖലയിലുള്ള ഒരാളോട് പോയിട്ടും ഈ ബിസിനസ് പറയാൻ പറ്റും. അപ്പൊ അതെന്തുകൊണ്ടാ കോൺഫിഡൻസ് ഉണ്ടാവുന്നത്, നമ്മൾ ഈ ബിസിനസിനെ കുറിച്ച് എല്ലാ പ്രോഗ്രാം ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. അപ്പൊ ഞാൻ അതാണ് പറയുന്നത്, നമ്മളോട് എന്ത് സംശയം, എനിക്ക് സംശയം ചോദിക്കുന്നവരോട് കൂടുതൽ ഇഷ്ടമാണ്. എന്നോട് ചില ആൾക്കാരൊക്കെ ചോദിക്കും, അങ്ങനെ ചോദിച്ചോണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കറിയാന്നൊക്കെ പറയില്ല. ഞാൻ പറയും അതൊന്നും ഒരു വിഷയമല്ല. കാരണം എന്താ, നമുക്ക് അങ്ങനെ ചോദിക്കുന്ന ആളോട് ഇഷ്ടമാണ് ഇതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് പഠിക്കുക, കോൺഫിഡൻസോടെ ഒരാളോട് സംസാരിക്കാൻ പഠിക്കണം. ഇന്ന് നമ്മളിപ്പോ ചിലപ്പോ തുടക്കക്കാര് പറയും എന്റെ കൂടെ ആരും ബിസിനസ്സിലേക്ക് വരുന്നില്ല അല്ലെ. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണ് തുടക്കക്കാർക്ക്. അവര് ഈ ബിസിനസ് കേൾക്കുമ്പോ എന്താ വിചാരിക്കുക, വേഗം ഇവരെയൊക്കെ കൊണ്ടുവരണം, വേഗം 2,10,000 കിട്ടും ഒന്നും പറഞ്ഞാണ് തുടക്കം പെട്ടെന്ന് ബിസിനസ്സിലേക്ക് വരിക. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പിന്നെ എന്താണ് കെമിക്കലുള്ള പിന്നെ ലിപ്റ്റിക് ഒക്കെ ഉപയോഗിക്കുന്ന കുട്ടികളാണ് ഇന്നുള്ളത്. അപ്പൊ ഇനി നമ്മളെ കമ്പനി ഇറക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാത്ത അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങള്. അപ്പൊ ഇതൊക്കെ വന്നു കഴിഞ്ഞാല് നമുക്ക് എന്താണ് വാങ്ങി ഉപയോഗിക്കാലോ. അതിന് വേണ്ടിയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ ഇവിടെ ആരും ചേർക്കുന്നില്ല, നമ്മളാരെയും പറ്റിക്കുന്നില്ല അല്ലെ, ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ഇത് നമുക്ക് ധൈര്യത്തിൽ ആരോടും പറയാം. പക്ഷെ ആ ധൈര്യം ഇല്ലാത്തത് എന്തുകൊണ്ടായിരിക്കും, നമുക്ക് പഠിക്കാത്തതുകൊണ്ടായിരിക്കും. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പഠിക്കുക. ഇവിടെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണം, ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി. നമുക്ക് പിന്നെ വാങ്ങി ഉപയോഗിക്കാം. നമ്മുടെ കുടുംബക്കാർ ഒരുപാട് ബന്ധുക്കൾ സുഹൃത്തുക്കളുണ്ട്, ഇവരിലേക്ക് നമ്മളെ ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കൊടുക്കാം. ഇവർക്ക് ഉൽപ്പന്നങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വിലക്കുറവിൽ കൊടുക്കാനുള്ള അവസരം ചെയ്യാണ്. ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് കൊടുക്കുക, ID കൊടുക്കുക. എന്നിട്ട് ഇവരെ പ്രോഗ്രാം ഒന്ന് അറ്റൻഡ് ചെയ്യിക്കാൻ ശ്രമിക്കുക. പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ട് വീട്ടിൽ പോയിട്ട് ഒരു ഹോം മീറ്റിംഗ് കൊടുക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ. പിന്നെ ചില ആളുകൾ പെട്ടെന്നൊന്നും ബിസിനസ്സിലേക്ക് വരില്ല. കാരണം പല തട്ടിപ്പിന് പെട്ടുപോയ ആൾക്കാർ ഒരുപാട് ഉണ്ടാവും അല്ലെ. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നു പറഞ്ഞതുപോലെ ഒരുപാട് മണി ചെയിനൊക്കെ പൈസ ഇട്ടിട്ട് പൈസ പോയ ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരൊന്നും പിന്നെ പണ്ട് നമ്മുടെ നിയമം വരുന്നതിന് മുന്നേ പറ്റിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ടാവും പല കമ്പനിയിലും ചേർന്നിട്ട്. അപ്പൊ
അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതിനെന്ത് ചെയ്യണം? ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പിന്നെ പഠിച്ച ലീഡേഴ്സിനെ കൂട്ടി വീട്ടിൽ പോവുക, അല്ലെങ്കിൽ ഹോം മീറ്റിംഗ് സംഘടിപ്പിക്കുക. അതുപോലെ തന്നെ ഫോളോ അപ്പ്, നിരന്തരം ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ആളുകൾ നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെയാണ് തുടക്കത്തിലൊക്കെ ഞാനും ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടാണ് ബിസിനസ്സിലേക്ക് വന്നത്. ഒരുപാട് നമുക്ക് നിർത്തിപ്പോകാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ കൂടെ പ്രതിസന്ധികൾ അല്ലെ, വിജയിക്കുമ്പം ഏത് മേഖലയിൽ വിജയിക്കുന്നതിന് പ്രതിസന്ധി ഉണ്ടാവും അല്ലെ. അപ്പൊ അതുപോലെ തന്നെ നമുക്കും ഒരുപാട് പ്രതിസന്ധികളൊക്കെ വരും. ആളുകള് പിന്നെ ചിലപ്പം നമ്മൾ പറയുന്നത് പോലെ വരുന്നുണ്ടാവില്ല. ചിലപ്പോൾ തുടക്കത്തിലൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഞാൻ തുടക്കം പറഞ്ഞു, ദൈവത്തിന്റെ കയ്യൊപ്പുവായിട്ടുള്ള ഒരു അവസരമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. ആർക്കും പെട്ടെന്ന് അങ്ങ് വിജയിച്ചു പോകാൻ പറ്റൂല. കൃത്യമായിട്ട് നമ്മൾ ഇതിനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും കൂടെ വന്നവരെ കൂടപ്പിറപ്പിനെ പോലെ കണ്ടുകൊണ്ട് അവർക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കാനും അവരെ വിജയത്തിലേക്ക് എത്തുമ്പോൾ സന്തോഷിക്കാനുള്ള ഒരു മാനസികാവസ്ഥയൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ബിസിനസ്സിൽ വിജയിക്കും. നമ്മള് മറ്റുള്ള ആൾക്കാരെ വിജയിക്കുമ്പോൾ നമുക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടെങ്കിൽ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ നമുക്ക് ചെറിയൊരു പാടുണ്ടാവും അല്ലെ. അപ്പൊ ശരിക്കും ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഒരു ബിസിനസ് കൂടിയാണ് നമ്മുടെ ബിസിനസ്. ഇപ്പൊ ഞാനൊരു ടൈലർ ഷോപ്പ് നടത്തുവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഷോപ്പ് നടത്തുന്ന ഒരാള് അപ്പുറത്തൊരു ഷോപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മളെ പോലെ തന്നെ നമ്മളെക്കാളും നല്ല രീതിയിൽ ഷോപ്പ് വന്നാൽ നമുക്ക് ടെൻഷൻ ആയിരിക്കും അല്ലെ. അവർക്ക് എന്റെ വരുമാനം കുറഞ്ഞു പോവല്ലോ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മാനസികാവസ്ഥയിൽ നിന്നും നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ നമ്മളെ കൂടെ വരുന്ന ആൾക്കാർ, നമ്മളെക്കാളും കഴിവും കപ്പാസിറ്റി ഉള്ള ആൾക്കാർ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് സന്തോഷിക്കുകയാണ്. കാരണം അവർ വരുമാനം ഉണ്ടാക്കിയാലാണ് നമുക്ക് വരുമാനം കിട്ടും. അപ്പൊ മാക്സിമം കൂടെ വന്നവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാനും അവരുടെ റാങ്ക് വർദ്ധിപ്പിക്കാനും മാത്രമായിരിക്കും നമ്മളെ ചിന്ത. ഓട്ടോമാറ്റിക് നമ്മൾ മാറി വരികയാണ്. നമ്മൾ ആ പഴയ കുശുമ്പിൽ നിന്നും നമ്മൾ എന്താണ് കൂടെ വന്നവർക്ക് വരുമാനം അവരെ വിജയിപ്പിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തുവാണ്. അപ്പൊ ഈ ബിസിനസ്സിന് വരുന്നോണ്ട് വലിയ വരുമാനം മാത്രമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്, വരുമാനത്തിന്റെ കൂടെ ഒരു വ്യക്തിത്വം അതുപോലെ തന്നെ നല്ലൊരു മനുഷ്യത്വം ഒക്കെ വരുന്ന ഒരു ബിസിനസ്സിലാണ് നമ്മൾ എത്തിയത്. അപ്പൊ എന്താണ് തുടക്കത്തിലുള്ള ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഈ ബിസിനസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മാറി കിട്ടും. അങ്ങനെ നിരന്തരം പ്രോഗ്രാമുകളും ട്രെയിനിങ്ങുകളും അറ്റൻഡ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഞാനും മെല്ലെ മെല്ലെ മാറി വന്നു. അങ്ങനെ ഒരു പിന്നെ തുടക്കത്തിൽ ഒരു സ്വപ്നങ്ങളും ഇല്ലാതിരുന്ന ഞാൻ സ്വപ്നം കാണാൻ പഠിച്ചു. അങ്ങനെ ഈ ഒരു ലീഡേഴ്സ് പറഞ്ഞു, ഇവിടെ നമ്മൾ ബോസ് ബിസിനസ് അല്ല, നമ്മളെ നിയന്ത്രിക്കാനോ ഷൗട്ട് ചെയ്യാനൊന്നും ആരുമില്ല. അപ്പൊ നമ്മൾ തന്നെ നമ്മളെ ബോസ് ആവണം. അപ്പൊ നമ്മൾ തന്നെ എന്ത് ചെയ്യാം, ഗോളൊക്കെ സെറ്റ് ചെയ്താൽ മാത്രമേ അത് ആ ഗോളിനെ നമ്മൾ ആ ഗോള് നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിസിനസ് ഫാസ്റ്റ് ആക്കാൻ തുടങ്ങുന്നത്. അപ്പൊ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എഴുതി വെക്കാൻ തുടങ്ങി സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളൊക്കെ. ആദ്യം തുടക്കത്തിൽ എനിക്കൊരു മൊബൈൽ ഫോണൊക്കെ ഉണ്ട്, ഹസ്ബൻഡ് ഗൾഫിലാണല്ലോ. പക്ഷെ ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷം ഞാനൊരു ഫോൺ എന്റെ സ്വന്തം വരുമാനത്തിന് വേണ്ടി ഒരു ഫോൺ വാങ്ങിക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 10,000 രൂപയുടെ മൊബൈൽ ഫോണാണ് തുടക്കം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പല പല ഫോണുകൾ മാറി മാറി ഇന്ന് ഐഫോൺ ഉപയോഗിക്കാൻ തുടങ്ങി. മോന് ഐഫോൺ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റി. ഐഫോൺ എന്ന് എനിക്കറിയാം, ബിസിനസ്സിൽ വന്നിട്ടില്ല എന്ത് ഐഫോണ്. അപ്പൊ അങ്ങനെ എന്താണ് മാറ്റം വരാൻ തുടങ്ങി. പിന്നെ വീട്ടിലേക്ക് മിക്സി, അതുപോലെ ഗ്രൈൻഡർ, അതേപോലെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയപ്പോൾ ലേറ്റ് ആവും വീട്ടിലെത്താൻ, അലക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു. അങ്ങനെ ചെറിയ ചെറിയ ഗോളുകളൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങി. അതൊക്കെ റീറ്റെയിലൂടെയും കൂടെ വന്നവർക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന വരുമാനത്തിലൂടെയൊക്കെ ഓരോരോ ഗോളുകളും എന്ത് ചെയ്യാണ് നേടിയെടുക്കാൻ തുടങ്ങി. പിന്നെ അതുപോലെ പിന്നെ ഇൻവേർട്ടർ വാങ്ങി, സ്റ്റെയർ കേസിന് പിടിയില്ലായിരുന്നു, അതൊക്കെ വെച്ചു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നേടിയെടുത്തു. പിന്നെ മോക്ക് 18 വയസ്സായപ്പോ ഒരു 2 വീലർ വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ മെല്ലെ മെല്ലെ വരുമാനം വർദ്ധിക്കാൻ തുടങ്ങിയപ്പോ റാങ്ക് വരാൻ തുടങ്ങി. അങ്ങനെ ടീമിന്റെ റാങ്കിൽ നിന്നും മെല്ലെ മെല്ലെ കമ്പനി റാങ്കിലേക്ക് എത്തി. TCയും AT അങ്ങനെ TC ഒക്കെ ആയ ടൈമിൽ ഞാൻ ഇങ്ങനെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ടൈലർ ഷോപ്പിന്റെ കൂടെ ചെയ്യുന്ന സമയത്ത് ഫുൾ ഫോക്കസ് നമുക്ക് ബിസിനസ്സിൽ ചെയ്യാൻ പറ്റൂല. അപ്പം നിനക്ക് തന്നെ മനസ്സിലായി നമുക്ക് ഇവിടെ പാസീവ് ഇൻകം കിട്ടുന്ന വലിയൊരു ബിസിനസ് അവസരം കയ്യിൽ കിട്ടിയിട്ടും മറ്റേ നമ്മൾ ആക്റ്റീവ് ഇൻകത്തിന് വേണ്ടിയിട്ട് പിന്നെയും പ്രവർത്തിച്ചെടുത്തിരിക്കുന്നത് മണ്ടത്തരാന്ന് മനസ്സിലാക്കാൻ തിരിച്ചറിവ് വന്നപ്പോ ഞാൻ ആ ടൈലർ ഷോപ്പ് മെല്ലെ ഒഴിവാക്കി. പിന്നെ ഫുൾ ടൈം എന്റെ ബിസിനസ് ഏറ്റെടുക്കാൻ തുടങ്ങിയപ്പോ
മെല്ലെ മെല്ലെ റാങ്ക് കൂടാൻ തുടങ്ങി. അങ്ങനെ TCയും ATCയും DTCയും ZTC STC ആ ഒരു STC റാങ്കിൽ എത്തിയപ്പോഴാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരു 4 വീലർ എന്നുള്ള ഒരു സ്വപ്നം എന്റെ മൈൻഡിലേക്ക് എത്തുന്നത്. ഒരിക്കലും ഞാൻ ഈ ബിസിനസ്സിൽ വന്നിട്ടില്ല എങ്കിൽ 100% ഇപ്പോഴും എനിക്ക് കോൺഫിഡൻസോടെ പറയാൻ കഴിയും, ഒരിക്കലും ഞാൻ 4 വീലർ ഇപ്പോഴും സ്വപ്നം കാണൂല. കാരണം എന്ന് പറഞ്ഞാല് ഞാൻ 2 വീലറിന്റെ ലൈസൻസ് എടുക്കാൻ പോയ സമയത്ത് എന്നോട് 4 വീലറിന്റെ ലൈസൻസ് എടുക്കാൻ അവർ ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും ഞാൻ കാറ് വാങ്ങിക്കൂല, പിന്നെ അതിന്റെ ആവശ്യം എനിക്ക് ഇല്ലാലോ എന്ന് പറഞ്ഞിട്ട് 2 വീലറിന്റെ മാത്രം ലൈസൻസ് എടുത്ത ഒരാളാണ് ഞാൻ. പക്ഷെ ഈ ഒരു ബിസിനസ്സിൽ വന്ന ഒരു STC എന്ന് പറഞ്ഞ റാങ്കില്, കാരണം നമുക്കറിയാം നമ്മളെ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് ഒരുപാട് ലീഡേഴ്സിന്റെ കൂടെ ഇടപഴകാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ സനില മേഡം ഒക്കെ 10ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരു സാധാരണ ടൈലർ മേഖലയിൽ ജോലി ചെയ്ത ആള് ഇന്ന് MG ഹെക്ടർ ഒക്കെ ഉപയോഗിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ അവരുടെ ഒക്കെ മാറ്റം, അപ്പൊ എനക്കും സ്വപ്നങ്ങൾ കൂടാൻ തുടങ്ങി. ഇതൊക്കെ നമ്മൾ വിചാരിച്ച സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുമെന്ന് മനസ്സിലായപ്പോഴാണ് ഒരു 4 വീലർ ഒക്കെ സ്വപ്നം കണ്ട ഈ ബിസിനസ്സിലൂടെ നേടിയെടുക്കാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് വന്നു. അന്ന് ഞാൻ തുടക്കത്തിൽ കണ്ടിട്ടുള്ളത് 4 ലക്ഷത്തിന്റെ സെലേറിയ വണ്ടിയായിരുന്നു. പക്ഷെ ഞാൻ കൊറോണ സമയത്ത്, അതും ഒരു എല്ലാവർക്കും വരുമാനം മുട്ടി നിൽക്കുന്ന സമയത്താണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എന്റെ ആ ഫോട്ടോ ഇപ്പോഴും കാണാം. എല്ലാവരും മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ വണ്ടിയുടെ കീ വാങ്ങിക്കുന്ന ഫോട്ടോ ഉള്ളത്. അപ്പൊ ആ ഒരു കൊറോണ സമയത്ത് എനിക്ക് 7 ലക്ഷം വില വരുന്ന ടാറ്റയുടെ ടിയാഗോ എന്ന് പറഞ്ഞ വണ്ടി ഇറക്കാനൊക്കെ സാധിച്ചു. അതുപോലെ അത് വാങ്ങിച്ചെന്ന് മാത്രമല്ല, ഞാൻ ഒരിക്കലും ഡ്രൈവ് ചെയ്ത് പോകുന്നൊന്നും പണ്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അന്നൊന്നും കാർ എന്താന്നോ ഏതാ ഒരു കമ്പനി പോലും എനിക്ക് അറിഞ്ഞില്ല. കാറൊന്നും ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരാളെ ഞാൻ ശ്രദ്ധിക്കാറില്ല. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ജീവിതത്തിൽ അത് കിട്ടൂല എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു. പക്ഷെ ആ ഒരു ടിയാഗോ എന്ന് പറഞ്ഞ വണ്ടി വാങ്ങിച്ച മാത്രമല്ല, പഠിച്ചു, ലൈസൻസ് എടുത്തു. ഇന്ന് പല ജില്ലകളിലും എവിടെ വേണമെങ്കിലും ആ കാർ എടുത്ത് പോകാനെ കൊണ്ട് സാധിക്കും. ആ ഒരു കോൺഫിഡൻസ്, കാരണം ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ചാല്, ഞാൻ ആ വണ്ടിയെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാന് വണ്ടി വിചാരിച്ച സമയത്ത് ഞാൻ എന്റെ ടീമിലൊന്നും അറിയൂല. അപ്പൊ ഞാന് ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു. എന്റെ ഹസ്ബൻഡിനെ ഞാൻ ഗൾഫിന്ന് കൂട്ടാൻ പോകുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് വണ്ടി വാങ്ങി ഡ്രൈവ് ചെയ്ത് കൂട്ടാൻ പോകുന്നൊക്കെ പറഞ്ഞപ്പോ എന്റെ ടീമിലുള്ള നഫീസ ടീച്ചർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് ഞാൻ വിചാരിച്ചു ആ എക്സ്പീരിയൻസ് പറയുമ്പോ എന്ത് തള്ളുന്നതെന്ന്. കാരണം നമ്മൾ പറയുന്നതൊന്നും ഒരിക്കലും വെറുതെ അല്ല, അത് നമ്മൾ തെളിയിച്ചു കൊടുത്തു. കാരണം അന്ന് ആ ഒരു ടൈമില് അദ്ദേഹം ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ എന്റെ വണ്ടിയിട്ട് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ കുട്ടികൾ കണ്ണൂർ എയർപോർട്ടിൽ പോയിട്ട് കൂട്ടി വരുന്നത്. അപ്പൊ പിന്നെ നഫീസ ടീച്ചർ പറഞ്ഞു, ഞാൻ വിചാരിച്ചു വണ്ടി ഇത് പറയുമ്പോ ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോലും പോയിട്ടുണ്ടായിരുന്നില്ല. ആ എക്സ്പീരിയൻസ് പറയുമ്പോ അതാണ് നമ്മൾ വിചാരിച്ച നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അങ്ങനെ എന്ത് ചെയ്തു, നഫീസ ടീച്ചർ പറഞ്ഞു പുതിയ കാറ് വാങ്ങിയോണ്ടാൽ തന്നെ നമുക്ക് പാലക്കാട് പോകണം. അന്ന് പാലക്കാട് നഫീസ ടീച്ചർക്ക് ഒരു ടീം വരുന്നുണ്ടായിരുന്നു. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മൾ പോകുന്നത്. അന്ന് ഞാൻ എന്ത് ചെയ്തു, പോവാന്ന് പറഞ്ഞ സമയത്ത് ഹസ്ബൻഡ് പറഞ്ഞു ഇത്രയും ദൂരെയൊന്നും നിനക്ക് ഡ്രൈവ് ചെയ്ത് പോകാനുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ടില്ല, പുതിയ വണ്ടിയാണ്, ലൈസൻസ് ഇപ്പൊ എടുത്തിട്ടേ ഉള്ളൂ. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞു എന്തായാലും നമ്മൾ പോയാലല്ലേ നമുക്ക് മനസ്സിലാവും പോകാൻ പറ്റുമല്ലോ അല്ലെ. അന്ന് ഞാൻ ഡ്രൈവറെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ചിലപ്പോൾ ഡ്രൈവർ വേണ്ടി വരും. പക്ഷെ അന്ന് എന്റെ കൂടെ ഡ്രൈവിംഗ് അറിയുന്ന ഒരാളുണ്ടായിരുന്നില്ല. നമ്മള് 4-5 പേര് ആ ഒരു കാറും എടുത്ത് പാലക്കാട് പോയി ബിസിനസ് പറഞ്ഞു. തിരിച്ചു വന്നപ്പോ ഹസ്ബൻഡ് പറഞ്ഞു ഇന്ന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കാരണം ആ ഒരു തരം കോൺഫിഡൻസ് നമുക്ക് വരുന്നത് എന്താണ്, ഈ ബിസിനസ്സിൽ നമ്മൾ നിരന്തരം ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആർക്കാണെങ്കിലും ഇപ്പൊ എന്നെ കൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റൂല, എന്നെ കൊണ്ട് സംസാരിക്കാൻ പറ്റൂല, അല്ലെ എനിക്ക് ആടെ മുന്നിൽ സംസാരിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിരന്തരം നിങ്ങൾ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് നോക്കുക. നമുക്ക് ഇതൊക്കെ സാധിക്കും. അപ്പൊ എന്താണ് ആ ഒരു ലെവലിൽ നമുക്ക് മാറ്റം വരുന്നു. ഇന്ന് ഞാൻ ഒരുപാട് കാറിനെ പിന്നെ എന്താണ് ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെടുന്ന കാറ് കാണുമ്പോ അത് ഏതാണ്, പിന്നെ കമ്പനി, അതിനെത്ര വില വരുന്നു. കാരണം പണ്ട് കാറ് വാങ്ങിക്കില്ല എന്നുള്ളത് കൊണ്ട് കാരണം ശ്രദ്ധിക്കാറില്ലെങ്കിൽ ഇന്ന് എനിക്കറിയാം. എനിക്ക് ഏത് കാറ് സ്വപ്നം കണ്ടാലും അത് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മേഖലയിലാണ് ഞാൻ ഇന്ന് വർക്ക് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത കാറ് ഇപ്പൊ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സനില മേഡം ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആ MG ഹെക്ടർ ആണ്. ഇപ്പം NTCയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. NTC CTC
നടുവിലെത്തുമ്പോഴത്തേക്കും ആ ഒരു കാർ എന്റെ കയ്യിലുണ്ടാവും. അത് കഴിഞ്ഞ് അടുത്ത കാർ സ്വപ്നം കാണുന്നുണ്ട്, അത് ഫോർച്യൂണറാണ്. അപ്പൊ അതുപോലെ നമുക്ക് സ്വപ്നം കണ്ടാൽ, ഞാൻ പറഞ്ഞ തുടക്കം 4 ലക്ഷത്തിന്റെ കാറ് സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ, ബിസിനസ്സിൽ വന്ന് കാർ എടുക്കണം എന്ന് വിചാരിക്കുമ്പോൾ സെലേറിയ വണ്ടിയാണ് സ്വപ്നം കണ്ടതെങ്കിൽ വാങ്ങിയത് 7 ലക്ഷം വരെ വരുന്നതാണ്. അതുകൊണ്ട് ചിലപ്പോൾ കൂടാനൊക്കെ സാധ്യത ഉണ്ടാവും. അപ്പൊ അതുപോലെ നമ്മൾ ഏത് വിചാരിച്ചാലും നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന മേഖലയിലാണ് നമ്മൾ ഉള്ളത്. അപ്പൊ ഒരു സാധാരണ വീട്ടമ്മ ഒരാളോട് ഒരു 10 പേര് ഇരുന്ന് കഴിഞ്ഞാൽ നിന്ന് സംസാരിക്കാൻ മടിയും പേടിയും ഉണ്ടായിരുന്ന ഞാൻ ഇന്ന് ഈ സംസാരിക്കാൻ പഠിച്ചതും, അതുപോലെ നമുക്ക് ഏത് ഒരാളോടും ബിസിനസ് നമുക്ക് കണ്ണിൽ നോക്കി സംസാരിക്കാൻ പറ്റും ഒക്കെ പറ്റുന്നത് ഈ ബിസിനസ്സിൽ വന്നുകൊണ്ടാണ്. അപ്പൊ എന്തായാലും നമ്മള് ഓരോരുത്തരും, എനിക്ക് സാധിക്കുമെങ്കിൽ നമുക്ക് എല്ലാവർക്കും സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ബിസിനസ് ഏറ്റെടുക്കുക. ഇപ്പൊ നമ്മളെ ടീമില് ഒരുപാട് കോൺടെസ്റ്റുകളൊക്കെ വരാൻ പോകുന്നുണ്ട്. ഇപ്പൊ നമുക്ക് കോൺടെസ്റ്റ് ഒക്കെ വെക്കുന്ന എന്താന്ന് വെച്ചാല്, നമ്മൾ ഈ ഒന്ന് ആക്റ്റീവ് വരിക. നേരത്തെ പറയാൻ ഒരു ബോസ് ബിസിനസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഒരു ഷോപ്പിൽ പോവാണെങ്കിൽ 8 മണിക്ക് എത്തണം, 6 മണി വരെ നിൽക്കണം അല്ലെ? ആ ലിമിറ്റ് ഇഞ്ചത്തിന് വേണ്ടി നമ്മൾ എത്ര എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ബോസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്തില്ല, നമ്മൾ കൃത്യമായിട്ട് ഈ ബിസിനസ്സിനെ ഏറ്റെടുക്കാനോ എല്ലാത്തിനും ഒരു മടി കാണിക്കും തുടക്കക്കാര്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ബോസായിട്ട് നമ്മൾ തന്നെ മാറുക, ഓരോ ടാർഗറ്റ് നമ്മൾ തന്നെ വെക്കുക. അപ്പൊ ഇപ്പൊ നമ്മളെ ടീമിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചെറിയൊരു കോൺടെസ്റ്റ് അല്ലെ, 5000 രൂപയുടെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ലക്കി ഡ്രോ കൂപ്പൺ അല്ലെ. അപ്പൊ നമുക്ക് ഗിഫ്റ്റുകളൊക്കെ നമ്മുടെ ലീഡേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാരും വേണ്ട എന്താണ്, നമ്മൾ ഓരോരുത്തരും അത് അച്ചീവ് ആവുന്ന മാത്രമല്ല, നമ്മുടെ കൂടെ വരുന്ന എല്ലാവരും എന്തായാലും 5000 രൂപയുടെ പ്രൊഡക്റ്റ് എടുക്കുമ്പോഴാണ് ഐഡിയ ആക്ടിവേഷൻ ആവുന്നത്. അപ്പൊ നമുക്ക് എന്താണ്, ഇവിടെ റീറ്റെയിൽ ചെയ്യുന്ന ഒരു ബിസിനസ് അല്ല നമ്മളെ ബിസിനസ്. കൂടുതൽ എന്താണ്, ആളുകളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക, ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക അല്ലെ. എന്നാൽ മാത്രമേ നമുക്ക് പാസീവ് ഇൻകം കിട്ടും അല്ലെ. നമ്മൾ വെറുതെ ഇരുന്നാലും, അല്ലെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്തെങ്കിലും കാരണവശാലും നമുക്ക് ഈ ബിസിനസ്സിൽ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ, നല്ലൊരു ടീം ഓർഗുവാണിനും ടൂലും ഉണ്ടെങ്കിൽ അവര് പ്രൊഡക്റ്റ് അവരുടെ ആവശ്യത്തിന് വാങ്ങിക്കുമ്പോൾ നമ്മളെ അക്കൗണ്ടിലേക്ക് വരുമാനം വരുന്ന സിസ്റ്റമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ കൂടുതൽ ഈ ബിസിനസ്സിൽ എല്ലാരും ചോദിക്കും എന്താ എളുപ്പ വഴി വിജയിക്കാന്നല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഒരുപാട് ആളുകളെ ഒരുപാട് ആളുകളെ നമ്മൾ ബിസിനസ് കൊടുക്കുക, അവരെ ഐഡിയ അടിച്ച് ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പൊ നമുക്കറിയാം 5000 രൂപയുടെ പ്രൊഡക്റ്റ് നമുക്ക് വേണ്ട കുറച്ച് സോപ്പ് പിടിക്കാറ് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഇതിലൊരു ബിസിനസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരിക്കലും ബിസിനസ്സിന് എനിക്ക് താല്പര്യമില്ല. കാരണം ബിസിനസ് എന്താന്ന് പോലും അറിയൂല, ബിസിനസ് എന്താന്ന് പോലും നമ്മൾ ശ്രദ്ധിക്കാറില്ല ഒരിക്കലും. കാരണം എന്താ, ആ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മള് ജീവിക്കുന്നത്. കാരണം ഒരു മലയോര പ്രദേശമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലല്ലേ വലിയ വരുമാനമൊക്കെ ഉണ്ടാക്കണം എന്നുള്ള ചിന്ത ഉണ്ടാവും. അപ്പൊ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ കിട്ടുന്ന വരുമാനത്തിൽ ജീവിച്ചു പോവാന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. അപ്പൊ ബിസിനസ് ഒന്നും ഒരിക്കലും ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഹസ്ബൻഡിനോട് ചോദിക്കാം എന്ന് പറഞ്ഞ ഒഴിവാക്കി. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അവര് ഹസ്ബൻഡിനെ കാണുന്നു. ഹസ്ബൻഡിനോട് സംസാരിച്ചപ്പോ നമുക്കൊരു പ്രോഗ്രാം എടുക്കാനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇതിന്റെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. വടകര പോയിട്ട്, വടകര ശ്രീമണിയിലാന്ന് തോന്നുന്നു, ശ്രീമണിയിൽ പോയിട്ടൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. GTS എന്ന് പറയുന്ന പ്രോഗ്രാം. അന്ന് ആ ഒരു പ്രോഗ്രാമിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ചിലപ്പോ 1-2 പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ആളുകൾ വിചാരിക്കുന്നുണ്ടാവും, ഞാനൊക്കെ തുടക്കത്തിൽ വിചാരിച്ചതാണ്, ഇത് പറഞ്ഞത് തന്നെയല്ലേ പറയുന്നത്, കേട്ടത് തന്നെയല്ലേ കേൾക്കുന്നത്, എല്ലാ ആഴ്ചയും എന്തിനാ ഇങ്ങനെ ഇവര് ക്ഷണിക്കുന്നത് എന്നൊക്കെയുള്ള ചിന്ത ഉണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് വിജയിക്കണമെങ്കിൽ എന്തായാലും എന്ത് ചെയ്യണം, ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് കാര്യത്തിലും വിജയിക്കാൻ സാധിക്കൂ അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ ഏറ്റവും വേണ്ടത് വിശ്വാസമാണ്. അപ്പൊ വിശ്വാസം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എന്താക്കണം, നമ്മൾ എല്ലാ ആഴ്ചയും പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുക, മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുക, ലീഡേഴ്സ് എന്ത് പറയുന്നോ, ഏത് ട്രെയിനിങ് ആണോ അത് എത്രമാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾക്കിപ്പോ 1-2 ട്രെയിനിങ് അല്ലെങ്കിൽ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ സമയത്തെ കാര്യങ്ങൾ കുറച്ച് മനസ്സിലാവുമെങ്കിലും നമുക്ക് ഒരാളോട് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ ഒരാൾ സംശയം ചോദിക്കുമോ നമുക്ക് ക്ലിയർ ആക്കി കൊടുക്കാനോ നമുക്ക് ചിലപ്പോൾ സാധിക്കണമെന്നില്ല. അപ്പൊ നിരന്തരം പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ബിസിനസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് തുടക്കത്തിൽ ഈ ഒരു ബിസിനസിനെ ഒരു വിൽക്കുന്ന അല്ലെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരു ജോലി അല്ലെങ്കിൽ അങ്ങനെ ലെവലിലാണ് ഞാൻ കണ്ടതെങ്കിൽ
ലീഡേഴ്സിന്റെ നിർബന്ധ പ്രകാരം കുറെ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തപ്പോഴാണ് ഇതൊരു വലിയൊരു അവസരമാണെന്നും ചിലപ്പോ എനിക്ക് ബുദ്ധി കുറവുള്ളത് കൊണ്ടായിരിക്കാം തുടക്കത്തിലൊന്നും എനക്കൊരു തിരിച്ചറിവൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം ചില ലീഡേഴ്സ് പറയുന്നേക്കാം എനിക്ക് ആദ്യത്തെ ഒരു പ്രോഗ്രാം കേൾക്കുമ്പോ തന്നെ ഞാൻ ഏറ്റെടുത്തൊരു ബിസിനസ് ആണ് എന്നൊക്കെ പറയുന്നേക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഞാനത് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറെ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കും ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നത്. കാരണം ഞാൻ ഈ ബിസിനസ് കൈ കിട്ടിയ സമയത്തും ഞാൻ എന്റെ ടൈലറിംഗ് മേഖലയിൽ തന്നെയായിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കുറെ എനിക്കൊന്ന് ഒരു വർഷം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. അപ്പോ ആ സമയത്തും ഞാൻ എന്താ വിചാരിക്കുന്നത്, നമ്മളെ ഒക്കെ ഒരു ആറ്റിറ്റ്യൂഡ്, സാധാരണ ആറ്റിറ്റ്യൂഡ് എന്താ, ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിട്ട് ഒരു സാധാരണ ഒരു വീട്ടമ്മയാണ്. ജനിച്ചു വളർന്നതും ഒരു സാധാരണ കുടുംബത്തിലാണ്. വിവാഹം കഴിച്ചയച്ചതും സാധാരണ ഒരു കുടുംബത്തിലാണ്. വലിയൊരു സ്വപ്നങ്ങളോ ലക്ഷ്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സാധാരണ ഒരു വീട്ടമ്മ. കല്യാണം കഴിഞ്ഞ സമയത്ത് ടൈലറിങ് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഒരിക്കലും അത് ജോലിയായിട്ട് എടുക്കണം എന്ന് വിചാരിച്ചിട്ടില്ല. സ്വന്തമായിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാലോ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ടൈലറിങ്ങിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ അവിടുന്ന് വാങ്ങിച്ച ഒരു 1-2 പ്രൊഡക്റ്റ് ആണ് ഇന്ന് ഈ ബിസിനസ്സിലേക്ക് ഞാൻ എത്താൻ കാരണം. ഞാൻ ആദ്യമായിട്ട് അവിടുന്ന് വാങ്ങിയത് ഒരു ഹെർബൽ പേസ്റ്റ് ആണ്. അല്ലെ, നമ്മളെല്ലാം യൂസ് ചെയ്തിട്ടുണ്ടാവും, നമുക്കൊക്കെ അതിന്റെ റിസൾട്ട് അറിയാം. എന്താ വെച്ചാൽ ഒരു വാണിംഗ് പോലും എഴുതി വെക്കാത്ത അമേസിങ് റിസൾട്ട് ഉള്ള ഒരു പേസ്റ്റ് ആണ് നമ്മുടെ ഹെർബൽ ടൂത്ത് പേസ്റ്റ്. അത് വാങ്ങി വന്ന അന്ന് ഹസ്ബൻഡ് പറഞ്ഞു ഇത്രയും വലിയ വിലയുടെ പേസ്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന് പല്ല് വേദനയില്ല, മുണവഴുപ്പ് ഉണ്ടാവില്ല, വാണിംഗ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്റെ മോനെ ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് മുണവഴുപ്പിന്റെ ബുദ്ധിമുട്ട് വരും. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു അതൊക്കെ വെറുതെ തട്ടിപ്പാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും അത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോ അതിന്റെ റിസൾട്ട് ശരിക്കും മനസ്സിലായി. അങ്ങനെ എന്റെ മോനുണ്ടായിട്ടുള്ള മോണവഴുപ്പ് എന്നുള്ള ബുദ്ധിമുട്ട് ഈ ഒരു പേസ്റ്റ് ഉപയോഗിച്ചതിന് ശേഷം ഇന്ന് വരെ പിന്നെ തിരിച്ചു വന്നിട്ടില്ല. ഈ ഒരു മോണവഴുപ്പ് മാത്രമല്ല, പല്ല് വേദനയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിന് പോലും ഒരു ഡോക്ടറെ കാണേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇന്ന് വരെ വന്നിട്ടില്ല. അപ്പൊ ആ ലെവലിലാണ് നമ്മളെ പ്രൊഡക്റ്റിന്റെ റിസൾട്ട്. ഉപയോഗിച്ച് എല്ലാവർക്കും മനസ്സിലാവും അല്ലെ. അപ്പൊ അത്രയും നല്ല പ്രൊഡക്റ്റ് കൈ കിട്ടിയിട്ട് ചില ആൾക്കാർ ഇന്നും അത് പുറത്ത് പറയാണ്ടിരിക്കുന്നുണ്ടാവും അല്ലെ.